സ്പൈ യൂണിവേഴ്സിൻ്റെ അടുത്ത പടമായ ആൽഫയുടെ ടീസർ വന്നിട്ടുണ്ട്. ആലിയ ഭട്ടാണ് സിനിമയിൽ മെയിൻ റോളിലെത്തുന്നത്. ഋതിക് റോഷനൊക്കെ ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോളിലെത്തുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ജൂലൈ 3-നാണ് സിനിമയുടെ റിലീസ്. പൂച്ച സാർ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ജോമൻ ജ്യോതിറും അലനുമാണ് സിനിമയിൽ മെയിൻ റോളിലെത്തുന്നത്. രാം ചരണിൻ്റെ പെദ്ദി സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയെന്ന് നോക്കാം. തെലുങ്ക് സ്റ്റേറ്റുകളിൽ 176 കോടി 40 ലക്ഷം, കർണാടകയിൽ 23 കോടി 26 ലക്ഷം, തമിഴ്നാട്ടിൽ 5 കോടി 5 ലക്ഷം, കേരളത്തിൽ 53 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 21 കോടി 11 ലക്ഷം. അങ്ങനെ സിനിമയുടെ ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ 228 കോടി 35 ലക്ഷം, ഓവർസീസ് കളക്ഷൻ 47 കോടി, വേൾഡ് വൈഡ് കളക്ഷൻ 275 കോടി. സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ റൈറ്റ്സ് 215 കോടിയായിരുന്നു. ഇതിൽ തിയേറ്ററിക്കൽ ഷെയർ ഏകദേശം 164 കോടി രൂപയോളം ആയിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അനുസരിച്ച് 76% സിനിമ ബ്രേക്ക് ഈവൻ ആയിട്ടുണ്ട്. കറുപ്പ് സിനിമയുടെ 26 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്രയാണെന്ന് നോക്കാം. തമിഴ്നാട്ടിൽ 165 കോടി 78 ലക്ഷം, കർണാടകയിൽ 24 കോടി 32 ലക്ഷം, തെലുങ്ക് സ്റ്റേറ്റുകളിൽ 37 കോടി 52 ലക്ഷം, കേരളത്തിൽ 14 കോടി 38 ലക്ഷം, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 കോടി 18 ലക്ഷം. ടോട്ടൽ ഡൊമസ്റ്റിക് കളക്ഷൻ 245 കോടി 18 ലക്ഷം, ഓവർസീസ് കളക്ഷൻ 80 കോടി 88 ലക്ഷം. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 326 കോടി 6 ലക്ഷം. അങ്ങനെ കറുപ്പ് സിനിമ ഏകദേശം ഫൈനൽ കളക്ഷൻ്റെ അടുത്തൊക്കെ എത്തി തുടങ്ങി. ഇന്ന് സിനിമ അർദ്ധരാത്രിയോട് കൂടി OTT റിലീസ് ചെയ്യും. ആമസോൺ പ്രൈം വീഡിയോയിലാണ് സിനിമയുടെ OTT റിലീസ്. അതിരടി സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ എത്രയെന്ന് നോക്കാം. 28 ദിവസം കൊണ്ട് കേരളത്തിൽ 37 കോടി 60 ലക്ഷവും 28 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് സിനിമ 69 കോടിയുമാണ് കളക്ഷൻ നേടിയത്. ഇൻസിഡൻ്റെ മോളിവുഡ് ടൈംസ് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ എത്രയെന്ന് നോക്കാം. ഇന്നലെ സിനിമ കേരളത്തിൽ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയത് 45 ലക്ഷമാണ്. ഇതുവരെയുള്ള സിനിമയുടെ കേരളത്തിലെ ടോട്ടൽ കളക്ഷൻ 7 കോടി 13 ലക്ഷമാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 1 കോടി 30 ലക്ഷം, ഓവർസീസിൽ 6 കോടി 98 ലക്ഷം. സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 15 കോടി 41 ലക്ഷമാണ്. സൂര്യ 47 സിനിമയുടെ ഭാഗത്തുനിന്ന് സൂര്യയുടെ ലൊക്കേഷനിലുള്ള ലുക്ക് ലീക്കായിട്ടുണ്ട്. നെസ്രിയും സൂര്യക്കുള്ളൊരു പിക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. എന്തായാലും ലുക്ക് ഒരു രക്ഷയില്ല. പിന്നെ സിനിമയുടെ ടൈറ്റിൽ ഗലാട്ട എന്നായിരിക്കും റൂമേഴ്സ് ഉണ്ട്. ഐ നോബഡി സിനിമ ജൂലൈ റിലീസാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. സിനിമയുടെ മുഴുവൻ ചിത്രീകരണം 130 ദിവസത്തോളം ഉണ്ടായിരുന്നു. ഇതിൽ 60 ദിവസത്തോളം ഷൂട്ടിംഗ് സിനിമയുടെ ആക്ഷൻ സീക്വൻസിന് വേണ്ടി മാത്രമായിരുന്നു. എന്തായാലും നിസാം ബഷീർ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ ഒരു വമ്പൻ ഹിറ്റായിട്ട് ഈ ഒരു സിനിമ മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഖലീഫ സിനിമയുടെ പുതിയ ഷെഡ്യൂൾ ദുബായിലാണ്. സിനിമയുടെ കേരളത്തിലെ ഷെഡ്യൂൾസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 10-12 ദിവസത്തെ ഷൂട്ടിംഗ് ആണ് ദുബായിൽ സിനിമയ്ക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞ് നേപ്പാളിലാണ് സിനിമയുടെ ഷെഡ്യൂൾ. ഈ വർഷം ഓഗസ്റ്റ് 20-ന് ഓണം റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഭരതനാട്യം സിനിമയുടെ സംവിധായകനായ കൃഷ്ണദാസ് മുരളിയും ദിലീപും ഒന്നിക്കുന്ന സിനിമ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. നവംബറിൽ ഈ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങി 2027 വിഷു റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് നിലവിൽ സിനിമയുടെ ടീം പ്ലാൻ ചെയ്യുന്നത്. മലയാളത്തിലെ ഒരു പ്രമുഖ ഡയറക്ടറാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നതെന്നും പറയുന്നുണ്ട്.